നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. ഒരു തവള ഒരു പൊത്തിൽ കഴിഞ്ഞുകൂടുകയായിരുന്നു. ഒരു ദിവസം അതിന് പൊത്തിനടുത്ത് നിന്ന് കുറച്ച് നാണയങ്ങൾ കിട്ടി. പണത്തിൻ്റെ വില അറിയാമായിരുന്ന തവള നാണയങ്ങൾ സൂക്ഷിച്ചു വെച്ചു. ഒരിക്കൽ ഒരാന നടന്നു പോകുന്ന വഴി പൊത്തിനു മുകളിൽ നിന്നു. തവളയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. പൊത്തിനുള്ളിൽ കിടന്ന് തവള ആനയെ ചീത്ത പറഞ്ഞു. ആന അത് കേട്ടതേയില്ല. ഉടനെ തവള പൊത്തിൽ നിന്നും ചാടി വന്ന് ആനയോട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. നീ ആരാണെന്ന നിന്റെ വിചാരം? എന്നെ നിനക്കറിയില്ല. എൻ്റെ കയ്യിൽ പണമുണ്ട്, നിനക്കതറിയാമോ? എന്നെല്ലാം പറഞ്ഞ് തവള ആനയോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചു. ഈ തവളയെ പോലെയാണ് നമ്മളിൽ ചിലർ. ധനമുണ്ടാകുക, സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുണ്ടാകുക, ജനങ്ങൾ ബഹുമാനിക്കുന്നവനാകുക. സാധാരണക്കാർക്ക് അഹങ്കാരം വളരാൻ ഇത് തന്നെ ധാരാളം. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാർ ഭജഗോവിന്ദം ആലപിക്കുന്നത് കേൾക്കാം. ജാപ്യസമേത സമാധിവിധാനം ജാപ്യസമേത സമാധിവിധാനം കുർവവധാനം മഹദാവധാനം കുർവവധാനം മഹദാവധാനം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. സന്ധ്യാദീപം. അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ഭജഗോവിന്ദത്തിലെ 10-ാം ശ്ലോകത്തിൽ പറയുന്ന വിവിധങ്ങളായ സാധനാക്രമങ്ങളെക്കുറിച്ചാണ് സ്വാമി ചിദാനന്ദപുരി ശങ്കരസ്തോത്രാമൃതത്തിൽ വ്യാഖ്യാനിക്കുന്നത്. നാം കാണുന്ന ദൃശ്യജാലങ്ങൾ മുഴുവനും തന്നെ ഉണ്ടായതും അതിനാൽ തന്നെ നശിക്കുന്നതുമാണ്. നിത്യാനിത്യ വിവേകത്തിലൂടെ മാത്രമേ അനിത്യങ്ങളായ വസ്തുക്കളിലുള്ള രാഗം പൂർണ്ണമായും അവസാനിക്കൂ. ഇഷ്ടനാമങ്ങളെയോ മന്ത്രങ്ങളെയോ നിരന്തരം ജപിക്കുന്നതിലൂടെ അന്ധകരണം ഏകാഗ്രമാകുന്നതിനെക്കുറിച്ച് സ്വാമിജി വിവരിക്കുന്നത് കേൾക്കാം. ഭജഗോവിന്ദം എന്ന് പ്രസിദ്ധമായ മോഹമുദ്ഗരത്തിൽ 10-ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. വിവിധങ്ങളായ സാധനാക്രമങ്ങൾ പറയുകയാണ്. പ്രാണായാമം കുരു, നീ പ്രാണായാമം ചെയ്യൂ. പ്രത്യാഹാരം കുരു, നീ പ്രത്യാഹാരത്തെ ചെയ്യൂ. ഈ ഉപദേശങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു. തുടർന്ന് നിത്യാനിത്യ വിവേക വിചാരം കുരു. നിരന്തരം വിവിധങ്ങളായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് നമ്മളൊക്കെ കഴിയുന്നത്. അവയിൽ അനുകൂലമെന്ന് തോന്നുന്നതിൽ ചർച്ചയായി, അതിൽ നിന്ന് സുഖമുണ്ടാവുമെന്ന സങ്കല്പമായി,
കാമമായി, പ്രാപ്തമായി കഴിഞ്ഞാൽ രാഗമായി. ഇനി ആരെങ്കിലും അത് കൊണ്ടുപോയാൽ ദുഃഖമായി, ദ്വേഷമായി. ഇനി ഏതെങ്കിലും ഒരു വസ്തു പ്രതികൂലമാണെന്ന ചിന്ത നമുക്കുണ്ടെങ്കിലോ അതിനെ അകറ്റാനുള്ള ത്വരയായി, ദ്വേഷമായി. ഇങ്ങനെ രാഗദ്വേഷങ്ങളിൽ പെട്ടു നമ്മൾ കഴിയുകയാണ്. സദാ അസ്വസ്ഥഭരിതമായ മനസ്സോടുകൂടി. ഇവിടെയാണ് ഏതേത് വിഷയങ്ങളുമായി നീ ബന്ധപ്പെടുന്നുവോ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കൂ. ഈ പദാർത്ഥങ്ങളെല്ലാം അനിത്യമാണ്. എല്ലാം ഉണ്ടാവുന്നതും തൽക്കാലം നിലനിൽക്കുന്നതും മാത്രമാണ്. സ്ഥായിയായി ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിൽ. അപ്പോൾ അനിത്യങ്ങളായ വസ്തുക്കൾ ആവിർഭവിച്ച് നിലനിന്ന് ഇല്ലാതാകണമെങ്കിൽ എന്താണ് നിത്യമായ അടിസ്ഥാനം? നിത്യമായൊരു അടിസ്ഥാനത്തെ ആശ്രയിച്ചല്ലേ അനിത്യങ്ങൾ പ്രകടമാവുകയും തിരോഭവിക്കുകയുമുള്ളൂ. സ്ഥായീഭാവമില്ലാത്ത തിരകൾ ഉയർന്ന് വിലയിക്കുന്ന പോലെ. അപ്പോൾ തിരകളുടെ ഉയരലിനും വിലയിക്കലിനും ആസ്പദമായി സ്ഥായിയായ ജലരാശി സമുദ്രത്തിലുണ്ട്. അതുപോലെ അനിത്യമായ വസ്തുക്കളുടെ പ്രകടനത്തിനും തിരോഭാവത്തിനും ആസ്പദമായി നിത്യമായൊന്ന് കൂടിയേ തീരൂ. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്ന് പറയുന്നിടത്തെല്ലാം എല്ലാറ്റിനും ഉണ്മയെ നൽകുന്ന ഒരു സത്ത കൂടിയേ തീരൂ. അതെന്താണ്? അപ്പം നിത്യമെന്ത്? ഈ കാണാകുന്ന സകലവും അനിത്യമാണ്. ഈയൊരു വിചാരം നിരന്തരം ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള വിവേകം നീ ചെയ്യൂ. ജ്ഞാനസാധകന് അവശ്യം വേണ്ടുന്ന സാധനകളിൽ ഒന്നാമത് തന്നെ ആചാര്യന്മാർ പ്രകീർത്തിക്കുന്നത് നിത്യാനിത്യ വിവേകമാണ്. നിത്യാനിത്യ വിവേകത്തിൽ നിന്നാകുന്നു താത്കാലികങ്ങളായ വിഷയങ്ങളിൽ വിരക്തി കൈവരുന്നത്. അപ്പോൾ വിവേകവും വൈരാഗ്യവും അവ പരസ്പരം ബന്ധപ്പെട്ടതാണ്. വിവേകത്തിൽ നിന്ന് വൈരാഗ്യം ജനിക്കുന്നു. വൈരാഗ്യം പദാർത്ഥങ്ങളിലുള്ള ഒട്ടൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മെ നയിക്കുന്നു. അതിനായിക്കൊണ്ട് നീ നിത്യാനിത്യ വിവേക വിചാരം, നിത്യമെന്ത് അനിത്യമെന്ത് എന്ന് വിവേകം ചെയ്യാനുള്ള, വിവേകം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേർതിരിക്കുക, ആ വിവേകം ജനിപ്പിക്കുന്നതിനായിക്കൊണ്ടുള്ള വിചാരത്തെ, ബുദ്ധിവ്യായാമത്തെ നീ ചെയ്താലും. ഇതാണ് ഉപദേശിക്കുന്നത്. അപ്പം അനിത്യമായ വസ്തുപ്രപഞ്ചത്തിൽ മുങ്ങി മയങ്ങി ഭ്രമിച്ചു പോകാതെ, അനിത്യങ്ങളായ വസ്തുജാലങ്ങളെ കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ എന്താണ് നിത്യം, നിത്യമായ അടിസ്ഥാനം എന്ത് എന്നൊരാലോചനയെ നീ ചെയ്യൂ. വിചാരത്തെ ചെയ്യൂ. വിചാരം മാത്രമാണ് ക്രമമായി തത്വജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്നത്. അതാണ് ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ മറ്റൊരിടത്ത് നോത്പദ്യതേ വിനാജ്ഞാനം വിചാരേണ അന്യസാധനൈഹി എന്ന് പറയുന്നത്. വിചാരം കൂടാതെ മറ്റൊരു സാധന കൊണ്ടും ജ്ഞാനം പ്രകാശിക്കില്ല എന്ന്. ഈ വിചാര സാമർഥ്യമാണ് നമുക്കുള്ളത്. അത് ചെയ്യൂ എന്ന് ഉപദേശിക്കുന്നു. ഇപ്പോൾ പ്രാണായാമം ചെയ്യൂ, പ്രത്യാഹാരം ചെയ്യൂ, നിത്യാനിത്യ വിവേക വിചാരത്തെ ചെയ്യൂ. ജാപ്യസമേത സമാധിവിധാനം കുരു. ജാപ്യം ജപയുക്തമായത്, ജപത്തോടൊത്തത്, ജപത്തിൻ്റേത്, ജപവുമായി ചേർന്നത്, അങ്ങനെയൊക്കെ അർത്ഥം പറയാം. ഇപ്പം ജാപ്യസമേതം ജപവുമായി ചേർന്നുകൊണ്ടുള്ള സമാധിവിധാനം കുരു. സമാധിവിധാനത്തെ ചെയ്യൂ. സമാധി എന്ന് പറയുമ്പോൾ കാറ്റില്ലാത്തിടത്ത ദീപം പോലെ നമ്മുടെ അന്ധഃകരണം ഏകാഗ്രതമമായി നിലകൊള്ളുന്ന അവസ്ഥാവിശേഷമാണ് സമാധി. അപ്പോൾ സമാധിവിധാനത്തെ ചെയ്താലും, എങ്ങനെയുള്ള സമാധിവിധാനത്തെ? ജാപ്യസമേതമായ സമാധിവിധാനത്തെ. ഇത് വളരെ ശ്രദ്ധേയമാണ്. ധ്യാനം എന്ന അവസ്ഥയാണ് സമാധി എന്ന പരമമായ തലത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അഷ്ടാംഗ യോഗക്രമത്തിൽ ചിന്തിച്ചാൽ യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാനങ്ങളിലൂടെയാണ് സമാധിയിലേക്ക് ഉയരുന്നത്. അങ്ങനെ ക്രമമായി ഒരാൾ സമാധിസ്ഥനാകുന്നു. അത് യോഗത്തിൻ്റെ ക്രമികമായ പദ്ധതിയാണ്. അത് സ്വീകരിക്കാവുന്നവർക്ക് സ്വീകരിക്കാം.
എന്നാൽ ഇതേ സമാധിയിലേക്ക് ഉയരുന്നതിന്, ധ്യാനനിഷ്ഠ കൈവരിക്കുന്നതിന് വളരെ ലളിതമായ അല്ലെങ്കിൽ ബഹുജന സുലഭമായ മാർഗമാണ് ജപത്തിൻ്റെ മാർഗം. ഭഗവാൻ തന്നെ തൻ്റെ ഗീതോപദേശത്തിൽ ആ സുലഭതയെ മുൻനിർത്തിയിട്ടാണ് യജ്ഞാനാം ജപയജ്ഞോസ്മി എന്ന് പറയുന്നത്. മന്ത്രജപം, നാമജപം, ഇത്തരം ജപങ്ങളിലൂടെ മനസ്സ് ഏകാഗ്രമാകുന്നു, അന്യവിഷയ വിനിർമുക്തമാകുന്നു. ആ ഏകാഗ്രതയാർന്ന മനസ്സ് സ്വാഭാവികമായി ധ്യാനത്തിലേക്ക് എത്തിച്ചേരുന്നു. അതിലൂടെയോ സമാധിയെ പ്രാപിക്കുന്നു. ഇങ്ങനെ ജപയുക്തമായ സമാധി വിധാനത്തെ നീ ചെയ്താലും ജാപ്യ സമേത സമാധി വിധാനം കുരു എന്ന് ഉപദേശിക്കുന്നു. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. മകരനിലാക്കുളിരാടി പാടി പുണ്യദർശനം, മലനിര തോറും മാറ്റൊലിക്കൊണ്ടു ഹരിവരാസനം. മകരനിലാക്കുളിരാടി പാടി പുണ്യദർശനം, മലനിര തോറും മാറ്റൊലിക്കൊണ്ടു ഹരിവരാസനം. വാനവർ പോലും ധന്യത നേടി പുണ്യദർശനം, വാനവർ പോലും ധന്യത നേടി. കാനനവാസ കലിയുഗ വരദ, കാനനവാസ കലിയുഗ വരദ, കാൽത്തളിരിന് കൈ തൊഴുന്നേ നിൻ കാൽത്തളിരി